നമ്മുടെ നാട്ടിൽ ഇതുപോലെ ധാരാളം തരിശ് കിടക്കുന്ന നിലങ്ങളുണ്ട്, കണ്ടങ്ങളുണ്ട്. ഇവിടെ ഒന്നും ഇനി പഴയ കാലത്തെ പോലെയുള്ള കൃഷിക്കുള്ള പോസിബിലിറ്റി പല കാരണങ്ങളും കൊണ്ടും കുറവാണ്. കാലാവസ്ഥാ മാറ്റം, ഈ വന്യമൃഗങ്ങൾ, കാട്ടിൽ കിടന്ന പന്നികൾ ഇപ്പോൾ ഇങ്ങനെ നാട്ടിലിറങ്ങി നമ്മുടെ നിലങ്ങളിൽ വരെ, ഏറ്റവും നഗരങ്ങളോട് ചേർന്ന നിലങ്ങളിൽ വരെ ഇറങ്ങുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ, കൃഷി ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ കൃഷിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യുവാക്കൾക്ക് നല്ല ഇൻകത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടുകാർ കൊണ്ടുപോകേണ്ട പൈസ മുഴുവനും തമിഴ്നാട്ടിലെ കൃഷിക്കാരാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമല്ലോ. ഇവിടെ നമുക്ക് പരീക്ഷിക്കാവുന്ന പുതിയൊരു വിദ്യയുണ്ട്. ഈ കണ്ടങ്ങളിൽ ഡയറക്റ്റ് മണ്ണിൽ കൃഷി ചെയ്യാതെ നമുക്ക് കുറേ ഏരിയകൾ എലവേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നിട്ട് ആ എലവേറ്റഡ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് മോഡേൺ ആയിട്ടുള്ള കൃഷി രീതികൾ, ഹൈഡ്രോപോണിക്സ് പോലെയുള്ള കൃഷി രീതികൾ, മണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ നമുക്ക് ഇഷ്ടം പോലെ ഭൂമി വെറുതെ കിടക്കുകയാണ്. ഈ ഭൂമിയൊക്കെ നിസ്സാര വിലയ്ക്ക് പാട്ടത്തിന് എടുത്തുകൊണ്ട് യുവാക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എലിവേറ്റഡ് സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ മഷ്റൂം കൾച്ചറോ കൂണ് കൃഷിയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഹൈഡ്രോപോണിക്സിൻ്റെ പുതിയ രീതികളോ എലിവേറ്റഡ് ആയിട്ട് വെർട്ടിക്കൽ ഫാമിങ്ങോ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഭൂമി എന്തായാലും ഇവിടെ തന്നെ ഒഴിഞ്ഞ് ഇതുപോലെ തന്നെ വെറുതെ കിടക്കുകയാണ്. നിസ്സാര വിലയ്ക്ക് ഫ്രീ ആയിട്ട് പോലും ചിലപ്പം വിദേശത്തൊക്കെയുള്ള ഇതിൻ്റെ ഉടമകൾ തരാൻ തയ്യാറായെന്നിരിക്കും. കാട് കയറാതെ കിടന്നാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരം ആശയങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. കയ്യിൽ കുറച്ച് പണവും കുറേ സമയവും ഒക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒത്തിരി സപ്പോർട്ടുണ്ട് ഈ കൃഷിക്കും കാര്യത്തിനൊക്കെ. വ്യവസായ വകുപ്പുമായിട്ടും കൃഷി വകുപ്പുമായിട്ടും ഒക്കെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇത് കാണുന്ന യുവാക്കളൊക്കെ. ഓക്കെ, അപ്പോൾ ഐഡിയ കൊള്ളാമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.